ഹലോ ഹായ് ഫ്രണ്ട്സ്, വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കാണിക്കുന്നത് 4 മാസം മുതൽ 12 മാസം വരെ ഇടാൻ പറ്റിയ ഒരു കുഞ്ഞു ഉടുപ്പാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഒരു വൈറ്റ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയിൽ ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയേക്കാണ്. മടക്കിയ ശേഷം ഈ തുണിയുടെ വീതി വരുന്നത് 12 ഇഞ്ചും നീളം എടുക്കേണ്ടത് 14.5 ഇഞ്ചുമാണ്. തയ്യൽ തുമ്പ് അടക്കമാണ് നമ്മൾ ഈ ഒരു അളവ് എടുക്കേണ്ടത്. ഇനി ഈ തുണീനെ ഇതുപോലെ മിഡിലാക്കി ഇങ്ങനെ കൊണ്ടുവരാണ്. ഈ രണ്ട് സൈഡും ഇതുപോലെ മടക്കി കൊണ്ടുവരാം. ഇതിന് ശേഷം നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുക. ഇതുപോലെ തന്നെ വേണം നിങ്ങൾ മടക്കേണ്ടത്. ഇതുപോലെ ഇവിടെ ഒരു മടങ്ങിയ വശം, ഈ ഒരു സൈഡ് ഫുൾ രണ്ട് സൈഡും മടങ്ങിയതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ നിന്നായിരിക്കണം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ രണ്ട് സൈഡ് ഓപ്പണിങ്ങും ഒരു സൈഡ് മടക്കിയതും. ഇനി ഇവിടെ നിന്ന് നെക്കിൻ്റെ വീതി വരുന്നത് 2 ഇഞ്ചാണ്. ടോട്ടൽ ഷോൾഡറിൻ്റെ വീതി 4 ഇഞ്ച്. ഇനി ഇവിടുത്തെ വണ്ണം വരുന്നത്, ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തെ വണ്ണം വരുന്നത് 2 ഇഞ്ചാണ്. അങ്ങനെയാണ് ടോട്ടൽ 4 ഇഞ്ച് എടുക്കുന്നത്. ഇനി ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് കൈക്കുഴിയാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒരു 4.5 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. 4.5 മുതൽ 5 ഇഞ്ച് വരെ നമുക്ക് അടയാളപ്പെടുത്താം, കുറച്ചവിടെ ലൂസിന് വേണ്ടി. എന്നിട്ട് ഇതുപോലെ വരച്ചിട്ട് നമുക്കവിടെ ഒരു ഷേപ്പിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി ഇവിടെ ഫ്രഞ്ച് നെക്കിൻ്റെ ഇറക്കെടുക്കുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ഫ്രണ്ട് നെക്ക് മാത്രമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യണത്. ഇവിടെ നിന്ന് വി ഷേപ്പ് കൊടുക്കുക. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗം ഓപ്പണിംഗ് ആയ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ടോപ്പ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഓപ്പൺ ആയിരിക്കും. ഇനി ഈ കൈക്കുഴി നമുക്ക് വെട്ടിക്കൊടുക്കാം. അപ്പം നെക്ക് ഞാനിപ്പോൾ വെട്ടണില്ല, അതൊന്ന് ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം എങ്ങനെയായിരിക്കണേന്ന്. അപ്പോൾ ഈ ഒരു ടോപ്പ് ഫ്രണ്ട് ഓപ്പൺ ആണ്. കണ്ടോ, ഇതുപോലെയാണ് വരുന്നത്. വേറെ സൈഡിലൊന്നും കട്ടിങ് ഇല്ല. വളരെ എളുപ്പമാണ് ഇത് കട്ട് ചെയ്ത് നമുക്ക് തയ്ക്കാൻ. കണ്ടോ, ഇതുപോലെ. ഇനി നമ്മൾ ആ നെക്ക് വി ഷേപ്പ് ഒന്നുകൂടി മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് 2 ഇഞ്ചാണ്. ആ സെയിം 2 ഇഞ്ച് തന്നെ ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ആ വി ഷേപ്പ് കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട് നെക്ക് മാത്രം നമുക്ക് വെട്ടിക്കൊടുക്കാം കേട്ടോ. വി ഷേപ്പിന് പകരം നമുക്ക് യു വേണമെങ്കിൽ കൊടുക്കാം. ഇതുപോലെ ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം. എന്നിട്ട് നമുക്കത് ഫ്രണ്ട് പോർഷൻ മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് എടുക്കണ ഇറക്കം 1.5 ഇഞ്ചാണ്. അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പ് ഇരിക്കുന്നത്. ഇനി ഇവിടെ ഞാൻ ഇതുപോലൊരു ചെക്ക് പീസാണ് പൈപ്പിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ വീതി വരുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. നമുക്കിത് നെക്കിലും കയ്യിലും ഒക്കെ എങ്ങനെയാണ് സ്ലീവ് കൊടുക്കണേന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്യണ മുന്നായിട്ട് ഞാൻ കൈക്കുഴിയിൽ മാത്രം പൈപ്പിംഗ് കൊടുക്കുകയാണ്. ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് സാധാരണ നമ്മൾ പൈപ്പിംഗ് ചെയ്യണ പോലെ തന്നെ മടക്കി ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. അതുപോലെ അപ്പുറത്തെ ആം ഹോളിലും ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതുപോലെ നെക്കിലും താഴെ ഇതുപോലെ ഓപ്പണിങ്ങിൻ്റെ അവിടെയും പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ആദ്യം തുണീൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം.
നമ്മൾ ആ ഒരു ഒറ്റയടി അടിച്ചു കഴിഞ്ഞു. ഇനി ഈ തുണീനെ നമുക്കിതുപോലെ മടക്കിയിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇങ്ങനെ കൊണ്ടുവന്ന് ഉള്ളിലേക്ക് ആക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ആ പൈപ്പിങ്ങിൻ്റെ ഒരു വൈറ്റ് ഭാഗത്തായിട്ട് വേണം അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ താഴെയുള്ള പൈപ്പിങ്ങും കൂടി അടിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ 2 സ്ലീവിലും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ നെക്കിലും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ സ്ലീവ്സിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. അതിന് ശേഷമാണ് ഞാൻ നെക്കിലൊക്കെ പൈപ്പിംഗ് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് നെക്കിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡറും ജോയിൻ ചെയ്യാം. ഏത് രീതിയിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ സ്ലീവ്സിലും നെക്കിലൊക്കെ ഞാൻ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ ആദ്യം എടുത്തത് 14.5 ഇഞ്ചാണ്. അതിൽ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും 1/2 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും, അങ്ങനെ 1 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 13.5 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ മടക്കി തയ്ക്കാം. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ എക്സ്ട്രാ 1 ഇഞ്ച് കൂട്ടി തയ്യൽ തുമ്പ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ നമുക്ക് താഴെ മടക്കി തയ്ച്ചാൽ മതി. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു ന്യൂ ബോൺ ബേബി ഡ്രസ്സാണിത്. അപ്പോൾ ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്. ബാക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്